ഇന്ന് ഉച്ചയാകുമ്പോഴത്തേക്കും ഒരു 8 മാക്സി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് മാക്സികൾ. അപ്പോൾ എൻ്റെ വേഗം പണികളൊക്കെ അടുക്കളയത്ത് ഒരുക്കി വെച്ചതിന് ശേഷം വേണം കേട്ടോ ഈ ഒരു വർക്കിന് ഇരിക്കാൻ വേണ്ടിയിട്ട്. കുട്ടീനൊക്കെ സ്കൂൾ പറഞ്ഞു വെച്ചിട്ടാണ് ഞാൻ സ്റ്റിച്ചിങ്ങിലേക്ക് ഇരിക്കാറ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ഡേ കണ്ടാലോ. ഹായ് ഡിയേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. രാവിലെ മുതൽ ഉച്ച വരെയുള്ളൊരു വീഡിയോ. ഇന്നെനിക്ക് കുറച്ചധികം സ്റ്റിച്ച് ചെയ്യാനൊക്കെ ഉണ്ട്. ഒരു 7-8 മാക്സി ഇന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുണ്ട്. ഇന്നലെ വൈകിട്ടാണ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് ഉച്ച ആകുമ്പോഴത്തേക്ക് അവർക്കത് കൊടുക്കാൻ വേണം. അപ്പോൾ രാവിലത്തെ പണികളൊക്കെ ഒന്ന് വേഗം ഒരുക്കി വെച്ചിട്ട് വേണം എനിക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് ഈ അടുക്കളയിലെ പണികളും നമ്മുടെ വീട് ക്ലീൻ ചെയ്യലും അതൊക്കെ കഴിഞ്ഞിട്ട് സ്റ്റിച്ചിങ്ങിലേക്ക് ഇരിക്കുന്നതാട്ടോ ഇഷ്ടം. അല്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ചിങ്ങിലേക്ക് ഇരിക്കുന്ന സമയത്ത് ആരെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ വീടാകെ ഇങ്ങനെ വൃത്തികേടായിട്ട് കിടക്കാവില്ലേ. അപ്പം ഞാൻ എൻ്റെ പണികളൊക്കെ ഒതുക്കി വെച്ചതിന് ശേഷമാണ് എൻ്റെ സ്റ്റിച്ചിങ് പണികളിലേക്ക് ഞാൻ ഇരിക്കാറ്. പിന്നെ ഇന്ന് ലച്ചു സബ് ജില്ലയിൽ പോകുന്ന ദിവസമാണ്. അവർക്ക് വന്ദേ മാതരം ഗ്രൂപ്പ് സോങ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവളിനൊരു 8:30 ആകുമ്പോഴത്തേക്കും അവളെ റെഡിയാക്കി എടുക്കണം. എൻ്റെ ബാക്കിയുള്ള പണികളൊക്കെ കഴിഞ്ഞിരിക്കണം കേട്ടോ. ചോറും കറിയും ബാക്കി എല്ലാ പണികളും കഴിഞ്ഞിരിക്കണം. ലച്ചുവിന് ഫുഡൊന്നും കൊടുത്തയക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നേരത്തെ ആയതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് അവൾക്ക് ഇഷ്ടമുള്ളത് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് നൂൽപുട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇടിയപ്പല്ലേ, ഞങ്ങളുടെ ഇവിടെ നൂൽപുട്ട് എന്നാണ് പറയുക. അപ്പോൾ നൂൽപുട്ടാണ് ഉണ്ടാക്കുന്നത്. അവൾക്കാണെങ്കിൽ നൂൽപുട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. അപ്പോൾ അതിലേക്ക് കറിയായിട്ട് ഞാൻ മസാലക്കറിയാണ് ഉണ്ടാക്കുന്നത്. ഉരുളൻകിഴങ്ങ് സവാളൊക്കെ ഇട്ടുള്ളൊരു മസാലക്കറി ഉണ്ടല്ലോ, അപ്പോൾ ഒരു മസാലക്കറിയാണ് ഉണ്ടാക്കുന്നത്. അവൾക്ക് ഞാൻ പറഞ്ഞില്ലേ നൂൽപുട്ട് ഭയങ്കര ഇഷ്ടമാണെന്ന്. പക്ഷേ ഇതൊന്ന് കുഴച്ചെടുക്കാനുള്ള ഒരു പണി ഭയങ്കര ടാസ്ക്കാണ്. പിന്നെ അവൾക്ക് പത്തിരി ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് പത്തിരി ഉണ്ടാക്കുന്നതിൽ അത്ര സ്പീഡില്ല. ഓരോരുത്തർ പറയും പത്തിരി ഉണ്ടാക്കുന്നതാണ് ഏറ്റവും എളുപ്പമെന്ന്. ഞാൻ പത്തിരിയൊക്കെ ഈ ശനി ഞായറൊക്കെയാണ് കേട്ടോ ഉണ്ടാക്കാറ്. കാരണം അന്ന് ലച്ചുവിനൊന്നും സ്കൂളില്ല, ഇവർക്ക് വർക്കിന് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ പിന്നെ ഇഷ്ടംപോലെ സമയമുണ്ട് രാവിലെ. അപ്പോൾ പിന്നെ ആ സ്കൂളില്ലാത്ത ദിവസം ലീവുള്ള സമയമൊക്കെയാണ് ഞാൻ പത്തിരി അധികമായിട്ട് ഉണ്ടാക്കാറ്. അപ്പോൾ ഇനി ഈ നൂൽപുട്ടൊന്ന് ഉണ്ടാക്കിയെടുക്കണം. എനിക്ക് നൂൽപുട്ടിൻ്റെ കൂടെ ഇറച്ചിക്കറിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഏതിനും ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് അധികം ഈ തേങ്ങാപ്പാൽ കൂട്ടി കഴിക്കുന്നതാട്ടോ ഇഷ്ടം. എനിക്ക് നൂൽപുട്ട്, ഓട്ടപ്പം അതൊക്കെ ഉണ്ടല്ലോ അതിലേക്ക്. പക്ഷേ ലച്ചുവിന് ഈ തേങ്ങാപ്പാലൊന്നും അവൾക്ക് ഇഷ്ടമല്ല. അവൾക്ക് എന്തെങ്കിലും കറിയൊക്കെ വേണം. കുറച്ച് എരിവൊക്കെ ഉള്ള കറി ഉണ്ടെങ്കിൽ അവൾ കഴിക്കുകയുള്ളൂ. ഇപ്പോൾ ഈ വീഡിയോയിൽ എന്ത് എളുപ്പമായിട്ടല്ലേ ഈ ഒരു അച്ചിൽ ഞാൻ ആ നൂൽപുട്ട് ഉണ്ടാക്കുന്നത്. പക്ഷേ ഇത് കുറച്ച് ബുദ്ധിമുട്ടാട്ടോ. അത് ഇങ്ങോട്ട് തിരിഞ്ഞിങ്ങോട്ട് വരില്ല. കുറച്ച് വെള്ളം കൂട്ടിയിട്ട് ഒന്നുകൂടെ ഇതാക്കുകയാണെങ്കിൽ സോഫ്റ്റായിട്ട് വരും. പക്ഷെ അത് അവൾക്ക് അങ്ങനെ കഴിക്കുന്നത് ഇഷ്ടമല്ല. കുറച്ചിങ്ങനെ നൂലിങ്ങനെ ഒട്ടാതെ ഇങ്ങനെ മാറി നിൽക്കണം, എന്നാലേ അവൾക്ക് ഇഷ്ടമുള്ളൂ. കുട്ടികളുടെ ഓരോ ഇഷ്ടങ്ങളല്ലേ, അവർ രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് ബുദ്ധിമുട്ടിയാലും ഉണ്ടാക്കി കൊടുക്കുമല്ലോ രാവിലെ അവർ കഴിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ അപ്പോൾ ഒരു 16 നൂൽപുട്ടാണ് ഞാൻ ഉണ്ടാക്കുക. അതായത് 2 പ്രാവശ്യമായിട്ട് 2 തട്ട് അങ്ങനെ ആയിട്ടുണ്ടാകും. ഒന്നിൽ 4 എണ്ണം ഉണ്ടാവുമല്ലോ അങ്ങനെ. അപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞ് ചോറും കറിയൊക്കെ പിന്നെ നേരത്തെ തന്നെ ഉണ്ടാക്കൽ കഴിഞ്ഞിരുന്നു കേട്ടോ. രാവിലെ ഇപ്പോൾ എല്ലാ പണികളും ഒരു 9 മണിയാകുമ്പോഴത്തേനും എല്ലാ പണികളും കഴിയും, ക്ലീനിങ് അടക്കം. അപ്പോൾ ഇനി കുറച്ച് പാത്രം കൂടിയും കഴുകി വെച്ചിട്ട് കൊട്ടത്തളം കൂടി ഒന്ന് കഴുകിയെടുക്കണം. അതും കൂടി കഴിഞ്ഞിട്ട് കിച്ചണിലെ കംപ്ലീറ്റ് പണികളും കഴിഞ്ഞു. ഇനി ലച്ചുവിൻ്റെ മുടി കെട്ടാൻ വേണ്ടിയിട്ട് പോകട്ടെ കേട്ടോ. ഇതെന്ന് യൂണിഫോം ഇട്ടിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ 2 ഭാഗം അങ്ങ് മുടഞ്ഞിട്ട് കൊടുത്താൽ മതി. ഇന്ന് അവർക്ക് ഡ്രസ് കോഡ് വന്നിട്ട് പട്ടുപാവാടയാണ് കേട്ടോ. അപ്പോൾ അവർക്ക് മുടി ഇങ്ങനെ സൈഡിൽ നിന്ന് ഇങ്ങനെ മുടഞ്ഞ് ഇതാക്കണ്ടില്ല, ഇതുപോലെ കെട്ടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കുറച്ച് പണിയിരുന്നത് ഞാൻ യൂട്യൂബ് നോക്കി പഠിച്ചതാണ് ഇതെങ്ങനെ കെട്ടുക എന്നുള്ളത്. അപ്പോൾ ഇനി അവൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. എനിക്ക് അവൾ സബ് ജില്ലയിൽ പോകുകയെന്ന് പറയുമ്പോൾ എനിക്ക് നല്ല സന്തോഷമുണ്ട് കേട്ടോ. കഴിഞ്ഞ തവണയും പോയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ, തവണ 7ാം ക്ലാസ്സിലാണ്. അപ്പോൾ അവളുടെ സൈഡിലെ പല്ല് ചെറുതായിട്ട് ആടുന്നുണ്ട് പറയാൻ വേണ്ടി. അപ്പോൾ അതിൻ്റെ ഒരു വേദനയിലാണ് ആൾ കഴിക്കുന്നത്. അപ്പോൾ ഇതാണ് അവളുടെ കോസ്റ്റ്യൂം കേട്ടോ. ഈ പട്ടുപാവാട ഞാൻ തയ്ച്ചതാണേ. പട്ടുപാവാട ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണല്ലേ. വലിയ കുട്ടിയായതുപോലെ തോന്നും പട്ടുപാവാടയൊക്കെ അങ്ങ് ഇട്ടിട്ടുണ്ടെങ്കിൽ. മോളെ സ്കൂൾ ബസ്സിൽ കയറ്റി കൊടുത്ത് വന്നതിന് ശേഷം ഞാൻ വേഗം തന്നെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്നു കേട്ടോ. കാരണം നമ്മൾക്കിന്ന് ഉച്ചയ്ക്ക് തന്നെ ഈ മാക്സികളൊക്കെ ഷേപ്പ് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഒരു കുറച്ചധികം മാക്സികളുണ്ട് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഓപ്പൺ മാക്സി അവർക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാനുള്ളത്. ഈ ഓപ്പൺ മാക്സി കാണുമ്പോൾ ഈ ഡെലിവറി ടൈമൊക്കെയാണ് ഓർമ്മ വരുന്നത്. കാരണം ഡെലിവറിക്ക് പോകുമ്പോൾ എന്തായാലും ഓപ്പൺ മാക്സി വേണമല്ലോ. അപ്പോൾ 2 ഓപ്പൺ മാക്സി ഉണ്ടായിരുന്നു. പിന്നെ ബാക്കിയൊക്കെ നോർമൽ മാക്സികളായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. പിന്നെ ഇതൊക്കെ ഒന്ന് വേഗം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കട്ടെ. പണികളൊക്കെ കഴിഞ്ഞതുകൊണ്ട് തന്നെ ഒരു സമാധാനമുണ്ട് ഈ പണിക്കിരിക്കുമ്പോൾ. ഇന്ന് കിട്ടിയിട്ടുള്ള നൈറ്റീസ് അധികവും റയോൺ മെറ്റീരിയൽസിൻ്റെ നൈറ്റീസാണ്. 2-3 എണ്ണം അതിൽ കോട്ടൻ്റെ നൈറ്റീസ് ഉണ്ട്. അധികവും റയോൺ മെറ്റീരിയൽസാണ്. ഈ റയോൺ മെറ്റീരിയൽസിൻ്റെ നൈറ്റിക്കൊക്കെ ഇത്രയും റേറ്റ് ഉണ്ടാവുമെന്ന് ഞാൻ ഇപ്പോഴാണ് കേട്ടോ കാണുന്നത്. കാരണം ഇങ്ങനത്തെ നൈറ്റീസ് എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കിട്ടുന്നുണ്ടെങ്കിലും ചിലതിലൊന്നും പ്രൈസ് ടാഗ് ഉണ്ടാവില്ല. അപ്പോൾ ഇതിലെന്തായാലും പ്രൈസ് ടാഗ് ഉണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ പ്രൈസ് ടാഗൊക്കെ നോക്കി നോക്കുമ്പോൾ എനിക്ക് അയ്യോ ഇത്രയൊക്കെ റേറ്റ് ഉണ്ടോ തോന്നി. കാരണം എന്താ വെച്ചെങ്കിൽ ഞാനൊരു 300-350 ആ റേഞ്ചിലൊക്കെ നൈറ്റീസാണ് ഞാൻ വാങ്ങിച്ചിടാറ്.
അതും കോട്ടൻ്റെ നൈറ്റീസാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചിടുക. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുമ്പോൾ 600, 750 ആ റേഞ്ചൊക്കെയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഞാൻ തന്നെ ഇങ്ങനെ അയ്യോ ഇത്ര റേറ്റൊക്കെ ഉണ്ട് ഇതിന് അങ്ങനെ തോന്നിപ്പോയി. അത്ര റേറ്റ് ഉണ്ട് വെച്ചാൽ ഞാനൊക്കെ ഒരു ചുരിദാർ വാങ്ങിക്കുക ചെയ്യുക, ആ റേഞ്ചിനുള്ളൊരു ചുരിദാർ ഉണ്ടാവുമല്ലോ അതാണ് വാങ്ങിക്കുന്നത്. ഇപ്പോൾ എൻ്റെ മനസ്സിലുള്ള വരുന്ന ചിന്ത എന്ന് വെച്ചാൽ ഇതിപ്പോൾ വീട്ടിലിടാനല്ലേ, വീട്ടിലിടണതിന് ഇപ്പോൾ എന്തിനാ അത്ര റേറ്റ് കൊടുത്തിട്ടൊക്കെ വാങ്ങിക്കുന്നേ അങ്ങനെ തോന്നും. എന്തായാലും ഇതൊരു 12 മണിയാകുമ്പോഴത്തേന് ഇത് സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ആക്കണം. പിന്നെ നമുക്കൊരു ചുരിദാർ കൂടെ സ്റ്റിച്ച് ചെയ്യാണ്ട് കേട്ടോ, അത് ഇവർക്ക് കൊടുക്കാനുള്ളതല്ല, അത് നാളെ കൊടുത്താൽ മതി. അതുകൊണ്ട് അത് അത്ര തിരക്കില്ല. അപ്പോൾ മാക്സി എന്തായാലും ഒരു 12 മണിയൊക്കെ തീർക്കണം. ഇതിൽ 2 ഓപ്പൺ നൈറ്റി സ്റ്റിച്ച് ചെയ്യാണ്ട് കേട്ടോ. ഈ ഓപ്പൺ നൈറ്റി കാണുമ്പോൾ അപ്പോൾ ഈ ഡെലിവറി ടൈമൊക്കെയാണ് ഓർമ്മ വരിക. കാരണം ഈ ലേബർ റൂമിലേക്ക് നമ്മൾ ഡെലിവറിക്ക് വേണ്ടിയിട്ട് കയറുമ്പോൾ എന്തായാലും ഓപ്പൺ നൈറ്റി വേണം എന്നുള്ളത് നിർബന്ധമാണല്ലോ. അപ്പോൾ നമ്മൾ ആ സമയത്താണ് ഓപ്പൺ നൈറ്റിയൊക്കെ എനിക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഓപ്പൺ നൈറ്റി യൂസ് ചെയ്തിട്ടേ ഇല്ല. അത് ആ സമയം കഴിഞ്ഞ് ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് വെച്ചെങ്കിൽ ആ ഓപ്പൺ നൈറ്റിയുടെ ആ ബട്ടൺസൊക്കെ പൊട്ടിച്ചിട്ട് അത് അങ്ങോട്ട് കൂട്ടി തയ്ക്കും, പിന്നെ അത് സാധാരണ നൈറ്റി ആക്കും. അപ്പോൾ ഈ ഓപ്പൺ നൈറ്റി കണ്ടു നോക്കുമ്പോൾ എനിക്കിങ്ങനെ എന്താ പറയുക, അതൊക്കെ ഇങ്ങനെ മനസ്സിലേക്ക് വന്നത്. അപ്പോൾ ഈ കുട്ടിക്കും ഡെലിവറി ടൈം ആയിരിക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ കുട്ടി ഓപ്പൺ നൈറ്റി വാങ്ങിച്ചിട്ടുള്ളത്. ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ടെങ്കിലും എൻ്റെ മൈൻഡ് മൊത്തം ലച്ചുവിൻ്റെ അടുത്താണ് കേട്ടോ. കാരണം കഴിഞ്ഞ തവണ സബ് ജില്ല ഇവിടെ അടുത്തൊരു സ്കൂളിലായിരുന്നു, അപ്പോൾ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ഇത്തവണ കുറച്ച് ദൂരെയാണ്. മാത്രമല്ല നമുക്കിത് ഉച്ചയാകുമ്പോഴത്തേനും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോൾ അതുകൊണ്ടൊക്കെ കൂടിയിട്ടാണ് ഞാൻ പോവാതിരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ കുട്ടികളുടെ പ്രോഗ്രാം കാണുമ്പോൾ നമുക്ക് ഒരു ഭയങ്കര സന്തോഷമല്ലേ, ഒരു പ്രൗഡ് മൂമെൻ്റ് ആണല്ലോ അത്. അപ്പോൾ പോകാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. പക്ഷേ ടീച്ചർ അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ഫോട്ടോയും വിവരങ്ങളൊക്കെ ഇങ്ങനെ ഗ്രൂപ്പിൽ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അവരുടെ ഗ്രൂപ്പ് ഫോട്ടോയും അവരുടെ സോങ് ആയിട്ടില്ല, അത് തുടങ്ങുമ്പോൾ അതൊക്കെ ടീച്ചർ ഗ്രൂപ്പിലിടും. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അത്യാവശ്യത്തിലധികം ടെൻഷൻ അടിക്കാനുള്ള കാര്യങ്ങൾ എൻ്റെ ലൈഫിലുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ സ്റ്റിച്ചിങ് ഒക്കെ ചെയ്യുന്നത് കാരണം എനിക്ക് സത്യം പറഞ്ഞിട്ട് വെച്ചെങ്കിൽ അതിൽ നിന്നൊക്കെ ഒന്ന് രക്ഷപ്പെടാൻ പറ്റിയിട്ടോ. കാരണം രാവിലെ എന്തായാലും എൻ്റെ പണികളൊക്കെ നേരത്തെ കഴിയും. ഒരു 9 മണിയാകുമ്പോഴത്തേക്ക് ഇപ്പോൾ എല്ലാ പണികളും കഴിഞ്ഞു. പിന്നെ വെറുതെ ഇരിക്കുന്ന സമയം ഞാൻ അങ്ങനെ ഓരോന്ന് ചിന്തിച്ച് കാട് കയറി BP കൂട്ടി അങ്ങനെയൊക്കെ ഇരിക്കും. കാരണം അത്രയും ടെൻഷനുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഈ ഒരു സ്റ്റിച്ചിങ് ചെയ്യണ കാരണം ഓരോരോ പണികൾ കഴിയുമ്പോൾ ഇനി ഈ പണികൾക്ക് ഇതിപ്പോൾ 2 മണിക്കൂർ ഇപ്പോൾ ഇതിൻ്റെ മേലിരിക്കും. കാരണം ഞാൻ ഫുൾ ടൈം തന്നെ ഇരുന്ന് ഇങ്ങനെ ചെയ്യില്ല കേട്ടോ. ഒരു മാക്സി അടിച്ചാൽ ഒരു ഇത്തിരി തന്നെ ഫോണൊക്കെ ഒന്ന് നോക്കും, അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യണത്. പിന്നെ വെള്ളം കുടിക്കുക, 2 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുക, അങ്ങനെയൊക്കെ കൂടി ചെയ്തിട്ടാണ് ഞാൻ ഈ സ്റ്റിച്ചിങ് അങ്ങോട്ട് കംപ്ലീറ്റ് ആക്കുക. അല്ലാതെ ഒറ്റ ഇരിപ്പിന് അങ്ങ് ഇരുന്നിട്ട് അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് തീർക്കൊന്നുമില്ല ഞാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചെങ്കിൽ നമുക്കിങ്ങനെ ഓരോരോ പണി, ഇപ്പോൾ ഹരിശേഷോകം പറഞ്ഞ പോലെ തീരുമ്പോൾ പണി തരുമ്പോൾ ഞാനെന്താ കുപ്പിയിൽ നിന്ന് ഇറങ്ങിയ ബോധാ ചോദിക്കില്ലേ. പക്ഷെ ഒരു കണക്കിന് നല്ലതാണ്, തീരുമ്പോൾ ഓരോ പണികൾ ഉണ്ടാവണം നല്ലതാണ്. എന്നെപ്പോലെ ടെൻഷൻ അടിക്കുന്ന ആൾക്കാർക്ക് കേട്ടോ, ഓരോന്ന് കാട് കയറി ഇരുന്ന് ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകൾക്ക് തീരുമ്പോൾ ഓരോ പണി കിട്ടുന്നത് നല്ലതാണ്. ഇനി മലയ്ക്ക് പോകാനുള്ള നോലുമ്പൊക്കെ തുടങ്ങാറായില്ല. അപ്പോൾ പിന്നെ അതിൻ്റെ ക്ലീനിങ് ഒക്കെ ഉണ്ടാവുമല്ലോ, വീടൊക്കെ ഒന്ന് വൃത്തിയാക്കുക. അല്ലെങ്കിലും വൃത്തിയാണെങ്കിലും ശരി, നമ്മൾ നോലുമ്പൊക്കെ ആകുമ്പോൾ ഒന്നുകൂടെ ഒരു സ്പെഷ്യൽ വൃത്തിയാക്കലുണ്ടല്ലോ. അപ്പോൾ പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം. അപ്പോൾ ഞാൻ തുടങ്ങിയിട്ടൊന്നുമില്ല, അപ്പം കുറച്ചേശ്ശെ പണികൾ ഇങ്ങനെ ചെയ്ത് തീർക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. പിന്നെ ഈ സ്റ്റിച്ചിങ്ങൊക്കെ അങ്ങോട്ട് കഴിഞ്ഞിട്ട് വെച്ചെങ്കിൽ ഇന്ന് ഞാൻ ഓരോരോ ഭാഗങ്ങളായിട്ട് ഞാൻ വൃത്തിയാക്കി എടുക്കുള്ളൂ. കുറച്ച് തുണികളൊക്കെ ഒതുക്കി വയ്ക്കാനും കുറച്ച് തുണികൾ മാറ്റാനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യണം. അപ്പോൾ ഇന്ന് സ്റ്റിച്ചിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുക്കും, എന്നിട്ടൊക്കെ ഞാൻ ചെയ്യുള്ളൂ. വൃശ്ചികം 1 മുതൽ അങ്ങ് കറക്റ്റായിട്ട് തുടങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ടുള്ളൊരു ഒതുക്കലും പിടിക്കലൊക്കെ. അപ്പോൾ എൻ്റെ സ്റ്റിച്ചിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഞാൻ ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ ഇന്ന് ഫുഡ് കഴിക്കാൻ മീൻകറിയാണ് ഉള്ളത്. പിന്നെ ഞാൻ സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കിയില്ല, കാരണം ഇന്ന് ലച്ചുവിന് ഫുഡൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ലല്ലോ. അപ്പോൾ അങ്ങനെ പിന്നെ ഞങ്ങൾക്ക് പിന്നെ ഈ ഒരു കറി കൊണ്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനൊരു മുട്ട പൊരിക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ മീൻ കറി, മുട്ട പൊരിച്ചതും പിന്നെ രാവിലത്തെ കുറച്ച് മസാലക്കറി ഉണ്ടായിരുന്നു, അതും കൂടെ കൂട്ടിയിട്ടാണ് ഞാനിന്ന് ഫുഡ് കഴിച്ചത്. അപ്പോൾ ഇത്രയ്ക്കുള്ളത് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ബൈ.